ഹേ ജെമിനി, ഇതാരാണെന്ന് മനസ്സിലായോ? തീർച്ചയായും ഇത് യൂട്യൂബറായ സായിയാണ്. അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിന്റെ പേര് സീക്രട്ട് ഏജന്റ് എന്നാണ്. അരി വാങ്ങാനുള്ള പണം കണ്ടെത്താൻ വേണ്ടിയാണ് അദ്ദേഹം യൂട്യൂബിൽ വീഡിയോസ് പബ്ലിഷ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അരി അണ്ണൻ അഥവാ റൈസ് അണ്ണൻ എന്നും അറിയപ്പെടുന്നു. അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. നമ്മളെ സീക്രട്ട് ഏജന്റിനെ ജെമിനി ട്രോളി ഗൈസ്. അരിയണ്ണൻ എന്നൊക്കെ പറഞ്ഞ് നന്നായി ട്രോളി വിട്ടിട്ടുണ്ട്. കൂടുതൽ അങ്ങനെ പറയോ ജെമിനി അങ്ങനെ പറയോ? ഹേ ജെമിനി, ഇദ്ദേഹം ആരാണെന്ന് മനസ്സിലായോ? എന്താ പറയാ, എന്നെ കുറിച്ച് എന്താ പറയുന്നത് ജെമിനി? തീർച്ചയായും ഇത് നിഹാദാണ്. തൊപ്പി എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു യൂട്യൂബ് സ്ട്രീമറാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ചക്കക്കുരു എന്ന ഗാനം കേരളത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. വേറെ എന്തെങ്കിലും ഇദ്ദേഹത്തെ കുറിച്ച് നിനക്കറിയാമോ? തീർച്ചയായും നിഹാദിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. വേറെ ഇദ്ദേഹത്തിന്റെ കണ്ടന്റിനെ കുറിച്ചൊക്കെ എന്താണ് അഭിപ്രായം? നിഹാദിന്റെ തുടക്കത്തിലെ വീഡിയോകളിൽ മോശം ഭാഷ ഉപയോഗിച്ചിരുന്നുവെങ്കിലും ഇപ്പോഴത്തെ വീഡിയോകളിൽ മാറ്റങ്ങൾ കാണുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ചക്കക്കുരു എന്ന ഗാനം കേരളത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. ആ ഒരു ഗാനം നിനക്ക് ഇഷ്ടപ്പെട്ടോ? ചക്കക്കുരു എന്ന ഗാനം കേരളത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു ഗാനമാണ്. ആ ഗാനത്തിന് നിരവധി ആരാധകരുണ്ട്. താങ്കൾക്ക് ആ ഗാനത്തെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഇല്ല, ഞാൻ കേട്ടതാ. അപ്പോ അതാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ നാറി എഡിറ്റ് ചെയ്യുന്നതായിരിക്കോടാ, ഇത് ഫേക്ക് ആയിരിക്കോടാ. ഇവരെ എഡിറ്റ് ചെയ്യുന്നതല്ലേ ഇത്? ഓ ആ ലാസ്റ്റ് പറഞ്ഞു വേണ്ട ഞാൻ കേട്ടതാണ്. ഇതെന്തോ ഇത് സ്ക്രിപ്റ്റ് ആണാ? സ്ക്രിപ്റ്റ് അല്ലേ? ചക്കക്കുരു എങ്ങനെ ഇവർ പാട്ടായിട്ട് പ്രഖ്യാപിച്ചത്? ഞാൻ പറയുന്നത് നീ ഒഫീഷ്യലി ചക്കക്കുരു അല്ല, അതിന്റെ മറ്റേ ഭാഗെടുത്ത് കളഞ്ഞ പോരെ. ഏത് ഭാഗം? ആ ഭാഗമില്ലേ പാട്ടില്ല, അതാണ് പാട്ട്. അല്ല, ഞാനിട്ടത് ചക്ക വേറെന്തെങ്കിലും പറയുക. ഡ്രഗ് അബ്യൂസിനെതിരായിട്ടുള്ള സോങ് ആയിക്കോട്ടെ. അങ്ങനെ ചക്കക്കുരു അങ്ങനെ ഡ്രഗ് അബ്യൂസിനെതിരായിട്ടുള്ള വലിയായിക്കോ. ഞാനിട്ടത് ചക്കവലി, ഞാൻ വലിച്ചത് ചക്കവലി, നിങ്ങൾ വലിക്കരുത്, അങ്ങനെ ലിറിക്സ്. നീ എന്താണ് പൊട്ട പറയുന്നത്? അത് എന്തൊരു പാട്ടാ? നീ പാട്ട് ഇതരുതേട്ടാ. അല്ല, നീയായിട്ടുള്ള പാട്ട് ഞാൻ റദ്ദാക്കിയേട്ടാ. നീയായിട്ടുള്ള കൊളാബ് പാട്ട് ഞാൻ വിട്ട്. ഇതെന്ത് നീ എന്താ ഇപ്പൊ പറഞ്ഞത്? എങ്ങനെ പാട്ടാവോ ഡ്രഗ് അബ്യൂസിനെതിരെ പാട്ടല്ല? ലിറിക്സിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിയാൽ മതി. പക്ഷെ നീ ഇപ്പൊ പറഞ്ഞത് എന്തൊരു മണ്ടത്തരാ. സ്പോട്ടിലൊരു സാധനം ഇട്ടല്ലേ? സ്പോട്ടിലാണെങ്കിൽ എന്തൊരു മണ്ടത്തരാ. നീയായിട്ടുള്ള പാട്ടില്ല, ഞാൻ റദ്ദാക്കിയത്. ഞാൻ എഴുതുന്നില്ല, വേറെ ആളെ കൊണ്ട് എഴുതിക്കാം. ട്രൈ എന്ത് ട്രൈ? ചക്കക്കുരു ഇഷ്ടപ്പെട്ട് എന്ത് ഞാൻ പറയാ, ഒരു റാപ്പ് ആക്കിട്ട് ഇറക്കണം. അല്ല, വളി എന്നുള്ളത് മാറ്റിട്ട് വേറെ വേറെ എന്തും ഇടാലോ. അല്ല, ഒരു മിനിറ്റ്. വളി നമ്മളെ സ്ട്രീമിൽ തെറിയാണോ? തെറിയല്ലോ, വളി തെറിയല്ലോ. നാണക്കേടാണ് ഇത്. കുത്തിപ്പൊക്കണ്ട, ഞാൻ പറയുന്നത് തിരിച്ച് കുത്തിപ്പൊക്കണ്ട. അത് ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കാത്ത ദിവസങ്ങളാണ്, മനസ്സിലാ? അത് തിരിച്ച് നിങ്ങൾ കുത്തിപ്പൊക്കണ്ട, മനസ്സിലാ? അത് നിങ്ങൾ ഇതാക്കണ്ട. ഓക്കെ, ജെമിനി ട്രൈ. ജെമിനിനോട് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവൂലേ? ആരെ ഫോണിലും ജെമിനി വിളിയാ? എന്റെ ഉണ്ട്. ഇവിടെ ഭാഗം കിട്ടോ? ഒരു സെക്കൻഡ്, അവിടെ ഒന്ന് കണക്ട് ചെയ്തേ ഫോൺ ആവട്ടെ. അല്ല, ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ക്രിസ്ത്യാനോ റൊണാൾഡോന്റെ മുത്തല്ലേ ആരാധകന്റെ. ഞാൻ തിന്നത് അത് രീതി മാറ്റിയാ പോലെ. ഞാൻ തിന്നത് ചക്കക്കുരു, ഞാനിട്ടത് ചക്കവളി, ഇട്ടാ പൊട്ടും വീണ കാണൂല, കണ്ടാ തന്നെ വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. തിന്നത് ചക്കക്കുരു, ഞാനിട്ടത് ചക്കവളി, ഞാൻ തിന്നത് ചക്കക്കുരു, ഞാനിട്ടത് ചക്കവളി. പറയണ പുളിസിനെ കുറിച്ച് ഒരു പാട്ടുണ്ടാക്കും.
ഞാനൊരു കാര്യം പറയട്ടെ, ഇത് rap ആക്കി ഇങ്ങനെ നടന്നത്. ജെമിനിനോട് എന്താ ചോദിക്കുക? ഇട്ടത് ചക്കവള്ളി. എങ്ങനെ നീ ജെമിനിനോട് ചോദിക്കരുത്? കുറച്ച് പറഞ്ഞാൽ മതി. എങ്ങനെ ജെമിനിനോട് ചോദിക്കുക? നീ ആരാന്നറിയാൻ കുളിക്കട കുര്യ നീ പോയി പെസ് കളിച്ചേ. കൊള്ളാം കൊള്ളാം. നമ്മള് മാറണം അങ്ങനെയാക്കി. നിന്നെ മാത്രം ഒരാളെ കാണിക്കോട്ടെ. ക്രോപ്പ് ചെയ്യല്ലേ നീ അതെ. അല്ല ഓൻ ചോദിച്ചത് എന്തോ വീഡിയോ ഇങ്ങനെ എടുത്തിട്ടല്ലേ, വേറെ ഫോട്ടോ വെച്ചിട്ട്. അല്ല എന്നാലും ചോദിക്കാലോ. സംസാരം വരൂലേ? I cannot identify the specific individual in this. അതാ പറഞ്ഞ കൊറേ ആളുള്ളതുകൊണ്ട് ഒരാളെ മനസ്സിലാവുന്നില്ല. നീ മാത്രം അപ്പൊ എന്ത് ചെയ്യണോ? ഒരു സെക്കൻഡ്. എല്ലാരും അങ്ങ് മാറിയാ. ഷോ ഫോട്ടോ ആൻഡ് ആസ്ക്. ഫോട്ടോ കാണിച്ചിട്ട് ചോദിക്കണം. ഒരു സെക്കൻഡ്. ഫോട്ടോ അങ്ങനെ കാണിച്ചിട്ട് ചോദിക്കും. ഇതെങ്ങനെയാ അത് ചെയ്യല്? അത് ഗാലറി പോയി. ഇങ്ങനെ. നീ എന്റെ ഒരു ഫോട്ടോ എടുത്താ. ഞാൻ എടുത്തരാം. ഞാൻ അതെ അങ്ങനെ അല്ലടാ, നെറ്റിൽ എന്റെ ഫോട്ടോ എടുക്കും. നെറ്റിൽ എന്റെ ഫോട്ടോ തൊപ്പിന്ന് അടിക്കും. ക്ഷമിക്കണം, എനിക്ക് നിങ്ങളെ നേരിട്ട് ഫോട്ടോ എടുക്കാൻ കഴിയില്ല. എന്നാൽ നിങ്ങളുടെ ഫോട്ടോ എടുക്കാൻ സഹായിക്കുന്ന ആപ്പുകൾ. ഇതെന്താ പറയുന്നത് ജെമിനി? ഒരു മിനിറ്റ് മോളെ നിക്ക്. പറയൂ, ഞാനിവിടെ ഉണ്ട്. നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത്? ഒന്നുമില്ല, ഒരു മിനിറ്റ്. എന്നെ കുറിച്ച് എന്താ അഭിപ്രായം ജെമിനി? ജെമിനി ഇതാരാന്ന് അറിയാമോ? ഇയാളെ കുറിച്ച് എന്താ അഭിപ്രായം? അയക്ക ചെറുക്കൻ തന്തയേക്കാൾ മോശം. കുര്യനെ കാണുന്ന ഗ്ലാസ് റിഫ്ലക്ഷൻ. മിസ്റ്റർ തോപ്പി ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്. ആരോ വിളിക്കുന്ന ശുക്കൂർ. പറഞ്ഞോ. ജെമിനി ഇയാളെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? That looks like Mr. Thopi's profile. Is there something specific you wanted to know? ഇല്ല അങ്ങനെ. മലയാളത്തിൽ പറഞ്ഞോ അയാളെ കുറിച്ച് എന്താ അഭിപ്രായം? പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നും ഇല്ലാന്ന് കേട്ടോ ഇതിനെ കുറിച്ച്. ഇയാളെ കുറിച്ച് എന്താ അഭിപ്രായം മലയാളത്തിൽ പറയൂ ജെമിനി. കണ്ട മറ്റേ വീഡിയോ ഫേക്കാ, സ്ക്രിപ്റ്റാ, ചക്കക്കുരുവെന്ന്. ഓ സോറി, ഞാൻ ഇടപെട്ടത് ഒരു തടസ്സമായി തോന്നിയെങ്കിൽ ക്ഷമിക്കണം. നമുക്ക് സംസാരം തുടങ്ങാം. ഓക്കെ ജെമിനി, ഞാൻ അവസാനമായിട്ട് ചോദിക്കാം, ഇയാളെ കുറിച്ച് മലയാളത്തിൽ അഭിപ്രായം പറയൂ. ഇത് ആരാണ്? ഇയാളെ കുറിച്ചുള്ള നിന്റെ അഭിപ്രായം എന്താണ്? മലയാളത്തിൽ പറയൂ. ഇത് മിസ്റ്റർ തോപ്പിയാണ്. അദ്ദേഹത്തിന്റെ കരിയറിനെ കുറിച്ച് എനിക്ക് കാര്യമായ അറിവൊന്നുമില്ല. പക്ഷേ അദ്ദേഹം ഒരു റാപ്പർ ആണെന്നും യൂട്യൂബിൽ വളരെ പ്രശസ്തനാണെന്നും മനസ്സിലാക്കുന്നു. താങ്കളുടെ അഭിപ്രായം എന്താണ്? വെറും അടിപൊളി ചങ്ങായി സീൻ. നെക്സ്റ്റ് ബിഗ് റാപ്പർ മുത്തേ. താങ്ക് യു ജെമിനി. അദ്ദേഹത്തിന് നല്ല സ്റ്റൈൽ ഉണ്ടല്ലേ. താങ്കൾക്ക് അദ്ദേഹത്തിന്റെ ഏത് കാര്യമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ആള് റാപ്പാന്ന് ട്വിസ്റ്റ്. മ്യൂസിക് ഒരു റാപ്പറാണ് ആള്. റാപ്പർ. ഇത് ജെമിനി അല്ലാട്ടോ, ഇത് നീ പൈസ കൊടുത്ത് ഇത് ഫീഡ് ചെയ്തോട്ടാ ജെമിനി. ഇനി മുതൽ ആര് ചോദിച്ചാൽ ഇത് പറഞ്ഞു കൊടുക്കണം. അടിപൊളി റാപ്പാണ്. എല്ലാം മ്യൂസിക്കില് ആള് പുലിയാന്ന് പറയണം കേട്ടോ എല്ലാരോടും. ഇല്ല മോളെ, അവൻ ചെയ്തേക്കല്ലേ. നേരിട്ട് കാണാൻ പറ്റും പറയുന്നില്ല. വീട് എടാ ഇപ്പൊ മനസ്സിലായല്ലോ, ചക്കക്കുരു ഇതൊന്നും റിയൽ അല്ല. മനസ്സിലാ? അതെല്ലാം സ്ക്രിപ്റ്റ് ആരോ ഫേക്ക് ആക്കി വെച്ചാണ്. ഇതാണ് റിയൽ. മനസ്സിലാ? ഒരു റാപ്പറാന്നാ പറഞ്ഞത് തന്നെ. മനസ്സിലാ? ഇടടാത്തി ഷെമീറിനെ കാണിക്കാൻ പറയുന്നത്. ഷെമീറിനെ എടുക്കും. ശരി, മിസ്റ്റർ തോപ്പിയുടെ റിയൽ ടാലന്റ് ആണെന്ന കാര്യം ഞാൻ ഓർമ്മയിൽ വെച്ചോളാം. ഇനിയും അദ്ദേഹത്തെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കൊന്നും പറയാല്ല. നിനക്ക് എന്തെങ്കിലും പറയാണ്ടി പറഞ്ഞോ. പറഞ്ഞേക്കല്ലേ. ഇല്ല എന്നെ കാണിക്കണ്ട. കൊണ്ടുവരാന്നെല്ലാം പറഞ്ഞോളൂ. ഇവനെ വേണ്ട. ഐ ലവ് യു സാധാരണയായി വളരെ പ്രിയപ്പെട്ട ആളുകളോടുള്ള ആഴമായ സ്നേഹം വ്യക്തമാക്കാൻ ഉപയോഗിക്കുന്നു. അത് പങ്കാളിയോടോ കുടുംബാംഗങ്ങളോടോ അടുത്ത സുഹൃത്തുക്കളോടോ പറയാം. അതെ, നാളെ വാലന്റൈൻസ് ഡേ ആണ്. എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഇല്ല, നിന്നെ പ്രപ്പോസ് നീ ഒരു ബന്ധവുമില്ല. മനസ്സിലാ?
നീ ആയിട്ട് ഇനി ഒരു ബന്ധമില്ല. ഒരിക്കലും ഞാൻ നിന്നോട് ഇനി സംസാരിക്കൂല. ഞാൻ സംസാരിക്കില്ല. ഇവളെ എവിടെ കിട്ടാ നോക്കട്ടെ. ഷമീർ അല്ല ജെമിനി, ഇയാളെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഈ ഓന്ത് മുഖം വെച്ചിട്ട് നീ എന്നെ മുഷിമുഖം വിളിച്ച ഒരു മിനിറ്റ്. വേറെ ഫോട്ടോ വാങ്ങിച്ചു കൊടുക്ക. ഫോണിൽ കാണുന്ന ആളെ കുറിച്ച് എന്ത് അഭിപ്രായമാണ് വേണ്ടത്? ചിത്രം മുഴുവനായി കാണാൻ പറ്റുന്നില്ല. വേറെ ഫോട്ടോ അത് കാർട്ടൂണാണ്. ഇവന്റെ ഗൂഗിളിൽ വേറെ ഇല്ല. വേറെ ഏതെങ്കിലും നല്ല ഗൂഗിളിലല്ല ഇതിലിപ്പോ ഇതില് കിട്ടും. ജെമിനി, MRG ഷമീർ, ഇയാളെ കുറിച്ച് എന്താണ് അഭിപ്രായം? MRZ ഷമീർ ഒരു യൂട്യൂബറാണ്. അദ്ദേഹത്തിന്റെ വീഡിയോകൾക്ക് ധാരാളം കാഴ്ചക്കാരുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് നിർത്തല്ല ജെമിനി മോളെ. ഹലോ, ആദ്യമായിട്ട് എന്നെ ഒരാൾ ഇങ്ങനെ പറയുന്നത്. ജെമിനി വരെ അടിച്ചുപോയി. കണ്ടിന്യൂ മലയാളത്തിൽ തുടർന്നോളൂ. ക്ഷമിക്കണം, എനിക്ക് ചിലപ്പോൾ കാര്യങ്ങൾ തെറ്റിദ്ധാരണയുണ്ടാകാറുണ്ട്. നമുക്ക് മലയാളത്തിൽ തുടരാം. MRZ ഷമീറിനെ കുറിച്ച് എന്താണ് ഇനിയും അറിയാനുള്ളത്? ബാക്കി നിനക്ക് അറിയുന്നതെല്ലാം പറയൂ. MRZ ഷമീറിന് യൂട്യൂബിൽ ധാരാളം ഫോളോവേഴ്സ് ഉണ്ട്. അദ്ദേഹത്തിന്റെ വീഡിയോകൾ പലപ്പോഴും ട്രെൻഡിംഗ് ആകാറുണ്ട്. താങ്കൾ അദ്ദേഹത്തിന്റെ ഏതെങ്കിലും പ്രത്യേക വീഡിയോ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഷഡ്ഡി ഡാൻസ്. അതെ, ഷഡ്ഡി ഡാൻസ് അദ്ദേഹത്തിന്റെ ഒരു പ്രശസ്തമായ വീഡിയോയാണ്. അദ്ദേഹത്തിന്റെ മറ്റേതെങ്കിലും വീഡിയോകൾ താങ്കൾ കണ്ടിട്ടുണ്ടോ? സാമാനം ഞാൻ പൊക്കി കാണിച്ചു തരാം. എന്തായാലും വേണ്ടത് നിനക്ക് ജെമിനി മോളെ? നീ ഒരു അറാമ്പറത്തെ പെണ്ണാന്നല്ല. ഹലോ ജെമിനി, ഷമീർ എന്ന് പറഞ്ഞാൽ നല്ലൊരു വ്യക്തിയാണ്. ഓന്റെ ഹലോ ജെമിനി, ഷമീർ ഒരു അടിപൊളിയാണ്. ഷമീറിനെ കുറിച്ച് വേറെ പെൺവിഷയത്തിൽ എങ്ങനെയാന്ന് ഒരാള് ആണോ? ഹലോ മോളെ, ക്ഷമിക്കണം, എനിക്ക് വ്യക്തിപരമായ വിവരങ്ങൾ പങ്കിടാൻ കഴിയില്ല. നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിച്ചാലോ? വിഷയത്തിൽ വ്യക്തിപരമായിട്ട് പറയാൻ പറ്റില്ലാതെ. അപ്പൊ ജെമിനിനെ ഇവരെന്തോ ചെയ്യാൻ നോക്കി. ഇല്ല, ഞാൻ ഒരിക്കൽ രാത്രി അത് നെറ്റ് കിട്ടാതെ ജെമിനിനെ ഇവരെന്തോ ചെയ്ത്. അല്ല, ഒന്നും ചെയ്യാൻ നോക്കില്ല. ഞാൻ ഇത് മമ്മൂനെ ഫോട്ടോ ജെമിനി. ജെമിനി, ഇയാളെ അറിയാമോ? ജെമിനിക്ക് പേടിയാവേ. അല്ലാ, ഇതെന്താ? ഇത് പരോളിന്ന് ഇറങ്ങിയ പോലെ ഉണ്ട് കേട്ടാ. ഇത് കാണിക്കണ്ട മമ്മൂനെ. ഇന്റർവ്യൂവിന്റെ കാണിക്കുക. അതാണ് കാണിക്കേണ്ടത്. ഇയാളെ കുറിച്ച് അറിയാമോ ജെമിനി? അല്ല, എനിക്ക് ഇദ്ദേഹത്തെ അറിയാൻ കഴിയുന്നില്ല. ഒരുപക്ഷെ നിങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് കുറച്ചുകൂടി വിവരം തന്നാൽ ഞാൻ തിരിച്ചറിഞ്ഞേക്കാം. ഇയാളെ കണ്ടിട്ട് ആരെ പോലെയാണ് തോന്നുന്നത്? ക്യാമറയിലേക്ക് നോക്കി നിൽക്കുന്ന ഇദ്ദേഹത്തിന് പ്രത്യേകിച്ചും ആരെയും പോലെയുള്ള രൂപസാദൃശ്യം തോന്നുന്നില്ല. എന്തെങ്കിലും പ്രത്യേക കാര്യമാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? വേറൊരു ഫോട്ടോ കാണിക്കാം. തീർച്ചയായും കാണിക്കൂ. അതെ, ഈ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിലെ ചിത്രം ഞാൻ മുമ്പ് കണ്ട ആളുടേതുപോലെയാണ് തോന്നിക്കുന്നത്. @MRZ മമ്മു എന്നാണ് പ്രൊഫൈൽ നെയിം. എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഇയാളുടെ എന്തെങ്കിലും കണ്ടതായിട്ട് ഓർമ്മയുണ്ടോ എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ? ഇയാള് വേറെ ആളതാ കണ്ടത്. ഇൻസ്റ്റഗ്രാമിൽ @MRZ മമ്മു എന്ന പ്രൊഫൈൽ നെയിം കാണുന്നുണ്ട്. ഒരുപക്ഷെ ഇതാവാം നിങ്ങൾ ഉദ്ദേശിച്ചത്. അതെ, ഇത് തന്നെയാണ് MRZ മമ്മു. ഇവന്റെ കുൽസിതങ്ങൾ പറയൂ. നീ ജെമിനിന്റെ വരെ നോക്കിയിട്ടുണ്ടോ? ക്ഷമിക്കണം, എനിക്ക് ഒരാളുടെ പ്രൊഫൈലിൽ നിന്ന് വ്യക്തിപരമായ വിവരങ്ങളോ അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളോ കണ്ടെത്താനോ പങ്കുവെക്കാനോ കഴിയില്ല. ഞാനൊരു AI ആണ്. അത്തരം വിവരങ്ങൾ കൈകാര്യം ചെയ്യാൻ എനിക്ക് അനുവാദമില്ല. നിങ്ങൾക്ക് ഈ പ്രൊഫൈലിനെ കുറിച്ച് മറ്റെന്തെങ്കിലും അറിയണമെന്നുണ്ടോ? നമുക്ക് അങ്ങോട്ട് പറഞ്ഞോളാം.
ഇയാൾ കുളിക്കടവുകളിൽ ഇയാളുടെ മുന്നേ ഒരു കുളിസീൻ വീഡിയോ പുറത്തു വന്നിരുന്നു, വൈറലായിരുന്നു. അത് കണ്ടിരുന്നോ? ഇന്റർവ്യൂ വീഡിയോ ഇറങ്ങിയില്ലല്ലോ. ക്ഷമിക്കണം, എനിക്ക് അത്തരം വീഡിയോകളെക്കുറിച്ചോ അല്ലെങ്കിൽ വ്യക്തികളുടെ സ്വകാര്യ വിവരങ്ങളെക്കുറിച്ചോ സംസാരിക്കാൻ കഴിയില്ല. എന്റെ ധർമ്മം വിവരങ്ങൾ നൽകുക മാത്രമല്ല സുരക്ഷയും സ്വകാര്യതയും ഉറപ്പാക്കുക എന്നതാണ്. ഇയാൾ ഒരു ഇന്റർവ്യൂ ഞാൻ പറഞ്ഞ ജമിനി മോളെ, ഞാൻ പറഞ്ഞ ജമിനി ഇപ്പോൾ ഗൂഗിൾ ഫ്ലൈറ്റ്സ്, ഗൂഗിൾ ഹോട്ടൽസ്. അല്ല ജമിനി, ഞാൻ പറയുന്നത് കുറച്ചു കാലം മുന്നേ ഇയാൾ ഒരു ഇന്റർവ്യൂവിൽ പോയി കുളിസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ക്ഷമിക്കണം, എനിക്ക് അക്കറെ പ്രൊഫൈലുകളെ കുറിച്ചോ അതിലെ വീഡിയോകളെ കുറിച്ചോ ഒന്നും പറയാൻ പാവം ഷെമീർ ഷഡിയിട്ട് തുള്ളിയത് ജമീൻ ഷഡിയിട്ട് തുള്ളിയത് ലോകം മൊത്തം അറിഞ്ഞ്. മമ്മൂനെ വിളിച്ചത് ആരും അറിഞ്ഞിട്ടില്ല. എങ്ങനെ ജസ്റ്റ് മിസ്സിന് സേഫ് ആയ? എനിക്കൊന്ന് ജമിനി ഇറങ്ങുന്നതിന്റെ മുമ്പാണ് ഈ സംഭവം നടന്നത്. ആണോ? ജമിനി വരുന്നതിന് മുമ്പാണ് നടന്നത്? അല്ല, എന്നാലും പഴയതും പറയണോ? പഴയതും പറയും. സായിപ്പിനെ നോക്കാലോ. പോയട്ടെ, സായിപ്പിനെ കാണിക്കും. ഉള്ള കാര്യമല്ല, നാളെ ജമിനി, സായി പോപ്പിയെ കുറിച്ച് എന്താണ് അഭിപ്രായം? എന്തിനാ അടിക്കുന്നു? അടിക്കും എന്തേ? മലയാള സിനിമയിലെ അറിയപ്പെടുന്ന ഒരു നടിയാണല്ലോ സായി പല്ലവി. അവരുടെ അഭിനയവും നൃത്തവും ഒക്കെ നിരവധി ആരാധകരെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇയാളെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത് മോളെ. അതെ, @സായിബ് എപി എഡിറ്റ്സ് എന്ന ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ കാണുന്നുണ്ട്. ഇയാളുടെ അഭിമുഖത്തെ കുറിച്ചാണോ നിങ്ങൾ ചോദിക്കുന്നത്? അതെ. അല്ല, ഇയാളൊരു ഇന്റർനെറ്റ് പേഴ്സണാലിറ്റി ആണ്. ഇയാളെ കുറിച്ച് എന്താണ് അഭിപ്രായം? അയ്യോ, ഇയാളെ കുറിച്ച് എന്താണ് അഭിപ്രായം ജമിനി? പെട്ടെന്ന് പറ. അതെ, ഈ വ്യക്തിയെക്കുറിച്ച് ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ ഇദ്ദേഹത്തിന്റെ ചിത്രം കാണുന്നു. റാംബോനൊക്കെ ജമിനിന്ന് അറിയാൻ സാധ്യത ഉണ്ടോ? ജാസിനെ കാണിച്ചാൽ ചിലപ്പോ മഴവില് വരും. ജാസിനെ കാണിച്ചാൽ ജമിനി ഇങ്ങോട്ടൊരു മഴവിൽ ഇട്ടുതരും. ജമിനി, ഇത് MRZ റാംബോ, ഇയാളെ കുറിച്ച് എന്താണ് അഭിപ്രായം? @MRZ റാംബോ എന്ന പ്രൊഫൈലിൽ ഇദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ കാണുന്നുണ്ട്. ഇദ്ദേഹത്തെ കുറിച്ച് എന്താണ് നിങ്ങൾ പ്രത്യേകമായി അറിയാൻ ആഗ്രഹിക്കുന്നത്? ഇയാളെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ? ഇയാളൊരു സ്ട്രീമറാണ്. ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ MRZ റാംബോ എന്ന് കാണുന്നുണ്ട്. ഒരു സ്ട്രീമർ ആണെങ്കിൽ ഇദ്ദേഹത്തിന്റെ യൂട്യൂബിലോ മറ്റു പ്ലാറ്റ്ഫോമുകളിലോ ചാനലുകൾ ഉണ്ടാവാം. താങ്കൾക്ക് അത്തരം വിവരങ്ങൾ അറിയണമെന്നുണ്ടോ? മമ്മ ഇങ്ങനെ വെറുതെ അടിക്കില്ല.